ഞാനിവിടെ 89 MB ആയി വരുമ്പോഴേ രാവിലെയും വൈകുന്നേരവും 2 ട്രെയിനുകളാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം എത്ര ട്രെയിനുകളാണ് മീറ്റർ ഗേജിൽ തന്നെ ഞാൻ കൊണ്ടുവന്നു. തിരുനെൽവേലി കൊല്ലം പാസഞ്ചർ വന്നു, മധുര മാനാമധുര പാസഞ്ചർ കൊല്ലത്തേക്ക് വന്നു, കോയമ്പത്തൂർ പളനി ട്രെയിൻ വന്നു, ചെങ്കോട്ട കൊല്ലം രാവിലെയും വൈകുന്നേരവും ഉദ്യോഗസ്ഥന്മാർക്കും വിദ്യാർത്ഥിക്കും പോകാൻ വന്നു. ഇതെല്ലാം മീറ്റർ ഗേജിലാണ്. അത് കഴിഞ്ഞ് ബ്രോഡ് ഗേജ് വന്നപ്പോൾ പുനലൂരിൽ നിന്ന് ഒരു ട്രെയിൻ ആരംഭിച്ചത് പുല്ലൂർ പോലൊരു കൊച്ചു സ്റ്റേഷനിൽ നിന്ന് എത്ര ട്രെയിനാണ്? പുല്ലൂർ ഗുരുവായൂര്, പുല്ലൂർ പാലരുവി, പുല്ലൂർ മധുരൈ, എത്ര ട്രെയിനാണ് ഞാൻ വന്നതിന് ശേഷം ബ്രോഡ് ഗേജ് അതിന് ശേഷം ഈ പാതയിലൂടെ ഇതെല്ലാ ട്രെയിനുകളും ഈ കൊല്ലം ചെങ്കോട്ട ബ്രോഡ് ഗേജ് പാതയിൽ ഓടുന്ന എല്ലാ ട്രെയിനുകളുടെയും അത് ഞാൻ MB എന്ന നിലയിൽ അന്ന് മുൻകൈ എടുത്തുകൊണ്ട് ഈ ട്രെയിനുകളെല്ലാം തന്നെ ഇപ്പോൾ പാലക്കാട് പാലരുവി, പുല്ലൂർ പാലക്കാട് പാലരുവി, അതുപോലെ ഗുരുവായൂർ, ഇതൊക്കെ റെയിൽവേയുടെ മുന്നിൽ ഈ പ്രപ്പോസൽ വയ്ക്കുമ്പോൾ ഡിവിഷൻ എതിർക്കും, ട്രിവാൻഡ്രം ഡിവിഷൻ എതിർക്കും, മധുര ഡിവിഷൻ എതിർക്കും, സദേൺ റെയിൽവേ എതിർക്കും. കാരണം ഇവരുടെ ഒരു നമ്മൾ റെയിൽവേ ബോർഡിൽ നിന്ന് അനുവാദം വാങ്ങിച്ചാലും മന്ത്രി അനുവാദം തന്നാലും ഇത് ഓടിക്കേണ്ട താഴെയാണ്. അപ്പോൾ അവർക്കത് പാത്തു നോക്കണം, ഈ മറ്റ് ട്രെയിനുകളെ ബാധിക്കാതിരിക്കാൻ നോക്കണം, ടൈം നോക്കണം, പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് നോക്കണം, ഇതിൽ ക്രൂ എന്ന് പറയുന്ന പൈലറ്റും ബാക്കിയുള്ള ലോക്കോ പൈലറ്റിനും താമസിക്കാനുള്ള സൗകര്യങ്ങൾ നോക്കണം. ഇതൊക്കെ നോക്കിയിട്ട് ഒരു പുതിയ ട്രെയിൻ ആരംഭിക്കാൻ പറ്റും. പക്ഷെ പുനലൂർ ഇതുപോലെ ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ട്രാക്കുകൾ 2 ട്രാക്ക് 3 ട്രാക്കേ ഉള്ളൂ. അവിടെ വന്ന് ഹാൾട്ട് ചെയ്യാൻ സ്ഥലമില്ല, പാത്തില്ല, പിന്നെ താമസിക്കാൻ സൗകര്യമില്ല, പിന്നെ ടൈമിങ്ങിൻ്റെ പ്രശ്നം. ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് ഈ ട്രെയിനുകൾ വന്നിട്ടുള്ളത്. ഈ വിമർശകർക്ക് കയറി യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഇതൊന്നും അറിയുന്നില്ല. ഇതിനു വേണ്ടി എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത് അറിയില്ല. ഞാനാണ് ഗുരുവായൂർ ട്രെയിൻ, പുല്ലൂർ ഗുരുവായൂർ സദേൺ റെയിൽവേയിലെ കട്ടയ്ക്ക് ഉടക്കായിരുന്നു. ഒരു കാരണവശാലും ഈ ട്രെയിൻ ഓടിക്കാൻ പറ്റില്ലെന്നാ കട്ടയ്ക്കുള്ള ഉടക്കായിരുന്നു. ഞാനും വിട്ടില്ല, ഞാൻ പറഞ്ഞു ഓടിച്ചേ പറ്റൂ. അന്ന് UPA ഗവൺമെൻറ്റാണ്, ഞാൻ മന്ത്രിയായിരുന്നു, തൊഴിൽ മന്ത്രി പറ്റൂ. അവസാനം അവർക്ക് വഴങ്ങേണ്ടി വന്നു. ആ ട്രെയിനിൻ്റെ എത്ര മണിക്ക് പുല്ലൂരിൽ നിന്ന് പുറപ്പെടണം, എത്ര മണിക്ക് ഈ ഗുരുവായൂർ ട്രെയിൻ എവിടെ എത്തണം, ഗുരുവായൂർ എത്തണം, ട്രെയിനിൻ്റെ സമയം പുറപ്പെടുന്ന സമയവും അവിടെ എത്തുന്ന സമയം തീരുമാനിച്ചത് ഞാൻ തന്നെയാണ്. അങ്ങോട്ട് പറഞ്ഞു. അവിടെ അവരുടെ സമയം ഒരു കാരണവശാലും നമുക്ക് ഗുണകരമായിട്ടല്ല, ഒരിക്കലും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഗുരുവായൂർ നിർമ്മാല്യം തൊഴുന്ന സമയത്ത് അവിടെ എത്തുന്ന തരത്തിലാണ് ഞാൻ ആ ടൈം ഉണ്ടാക്കിയത്. ആ ടൈം ഉണ്ടാക്കി ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഏതാ അങ്ങോട്ട് കൊടുക്കുക? സ്റ്റോപ്പുകൾ നിശ്ചയിച്ചത് ഞാനാണ്. ഇവര് പുല്ലൂർ വിട്ടാൽ കൊട്ടാരക്കര, അത് കഴിഞ്ഞ് കൊല്ലം കഴിഞ്ഞാൽ കരുനാഗപ്പള്ളി കഴിഞ്ഞാൽ പിന്നെ കായംകുളം, അത് കഴിഞ്ഞാൽ മാവേലി. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇടയിൽ വരുന്ന സ്റ്റോപ്പുകളെല്ലാം അവരങ്ങ് വിട്ടു. ഞാൻ തർക്കിച്ചു. ആ സ്റ്റോപ്പുകളല്ല ഇന്ന് ഈ എല്ലാ സ്റ്റോപ്പുകളും ഇട്ടത് ഞാൻ വാശി പിടിച്ചു വരുന്നത്. പിന്നെ പാലക്കാട് പാലരുവി, പാലക്കാട് അതായത് രാവിലെ ഈ എറണാകുളത്തേക്ക് അമൃതയ്ക്കും അങ്ങോട്ടൊക്കെ പോകുന്നവർക്ക് വേണ്ടിയാണ് പിന്നെ രാവിലെയുള്ള യാത്ര. ഇന്ന് ഏറ്റവും പോപ്പുലർ ട്രെയിൻ പാലക്കാട്. അതൊന്നും ഇപ്പോൾ ഗുരുവായൂർ മധുരയ്ക്ക് നീട്ടി, മറ്റേത് തൂത്തുക്കുടിയിലേക്ക്. ആ പാലരുവി എന്ന പേര് നിർദ്ദേശിച്ചത് ഞാനാണ്. പാലരുവി റെയിൽവേ ബോർഡിൽ ഇരിക്കുന്നവർ പാലരുവി എന്നറിയാം. പാലരുവി എന്ന പേര് നിർദ്ദേശിച്ചത് ഞാനാണ്. എത്ര മണിക്ക് അത് പുല്ലൂരിൽ നിന്ന് പുറപ്പെടണം, എത്ര മണിക്ക് അത് പാലക്കാട് എത്തണം. അപ്പോൾ രാവിലെ പോകുന്ന യാത്രക്കാർ, രോഗികൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, അതായത് കൂടുതലും അതായത് കായംകുളം കഴിഞ്ഞാൽ കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം ഈ സെക്ടറിലുള്ള യാത്രക്കാരെയും കൂടി ഉദ്ദേശിച്ചാണ് അന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനിയും ഒരുപാട് ട്രെയിനുകൾ അതുപോലെ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ താമസിയാതെ തന്നെ ഈ സെക്ടറിൽ മെമു ഉൾപ്പെടെയുള്ള ട്രെയിനുകളുണ്ടാവും.